നിത്യജീവിതത്തിൽ അസഹനീയമായ ചൊറിച്ചിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണോ? ചൊറിച്ചിലിനോടനുബന്ധിച്ച് വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കൊലിപ്പ്, ചുമ, ശ്വാസതടസ്സം, ആസ്മ ഇവ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ അറ്റോപിക് എക്സിമ ആകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അഥവാ അറ്റോപിക് എക്സിമ എന്ന് നോക്കാം. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ത്വക്ക് രോഗമാണ് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം ജനിതക തന്നെയാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ ഇമ്മ്യൂൺ കോശങ്ങളുടെ അമിതമായ പ്രതിപ്രവർത്തനം. മൂന്നാമത്തേത് സ്കിൻ ബാരിയർ ഡിസ്ഫങ്ഷൻ അഥവാ സ്കിന്നിന്റെ pH നഷ്ടപ്പെടുന്ന അവസ്ഥ. നാലാമതായി പറയപ്പെടുന്നത് അമിതമായ മാനസിക സമ്മർദ്ദം തന്നെയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. അതികഠിനമായ ചൊറിച്ചിൽ, ത്വക്ക് വരണ്ടു പോവുക, ചൊറിയുന്ന ഭാഗം ചുമന്ന് തടിക്കുക, ചൊറിയുന്ന ഭാഗത്ത് പൊട്ടിയൊലിക്കുക, കാലക്രമത്തിൽ ആ ഭാഗം കറുത്ത് കട്ടിപിടിക്കുക എന്നിവയാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷണങ്ങൾ. കുട്ടികളിൽ നെറ്റി, കവിൾത്തടം എന്നീ ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായി കാണുന്നത്. മുതിർന്നവരിൽ കൈയുടെ മുൻഭാഗം, കാൽമുട്ടിന്റെ പിറകു ഭാഗം, കാൽപാദങ്ങൾ, കഴുത്ത് ഈ ഭാഗങ്ങളിലാണ് കൂടുതലായി റാഷസ് കണ്ടുവരുന്നത്. ഇതിനെ എങ്ങനെ തിരിച്ചറിയാം? ഒരു വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല രക്തത്തിലെ ഘടകങ്ങളായ IgE, AEC മുതലായവയുടെ നിർണയവും ഇതിന് സഹായകരമാകുന്നു. എങ്ങനെ നമുക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസിനെ ചികിത്സിക്കാം? ആദ്യം തന്നെ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമതായി സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി നമുക്ക് ഉള്ളിൽ രക്തശുദ്ധി വരുത്തുന്ന മരുന്നുകൾ കഴിക്കുക. നാലാമതായി കോഷ്ഠശുദ്ധി വരുത്തുന്ന പഞ്ചകർമ്മങ്ങളായ വമനവിരേചനാദികൾ ചെയ്യുക. കൃത്യമായ വൈദ്യനിർദ്ദേശവും രോഗിയുടെ സഹകരണവും കൊണ്ട് അറ്റോപിക് എക്സിമ എന്ന ഈ രോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാവുന്നതാണ്.